ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലൊക്കെ ആയിരിക്കും അല്ലേ? ഓണക്ഷീണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അമ്മതാ ക്യാബേജ് തോരനുള്ളത് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മർത്ത്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് വെള്ളപ്പയർ കറിയാണ് കേട്ടോ. അപ്പോൾ വെള്ളപ്പയർ കറിയാണെങ്കിൽ പോരാട്ടെ രാവിലെ തന്നെ പണി തന്നിരിക്കുകയാണ് കേട്ടോ. പണി കിട്ടിയിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടോ. രാവിലെ എണീറ്റിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പം ഇനി വെന്തില്ലെങ്കിലോ എന്നുള്ളൊരു സംശയത്തിന്റെ മേലെ അടുപ്പിൽ വെച്ചാലേ വെന്തിട്ടില്ലെങ്കിലോ വെന്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, കുക്കറിൽ ഞാൻ അടുപ്പത്ത് മസാലകളൊന്നും ആഡ് ചെയ്യാതെ, ഉപ്പോ ഒന്നും മുളക് പൊടി ഒന്നും ആഡ് ചെയ്യാതെ തക്കാളിയും സവോള പച്ചമുളക് അതേപോലെ പയറും കൂടി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടോ അടുപ്പത്ത്, അതായത് അടുപ്പത്ത് വെച്ചൊക്കെ കല്ലച്ച് പോയെങ്കിലും വിചാരിച്ചാൽ കുക്കറിൽ തന്നെ വേവിച്ചെടുത്തു കേട്ടോ. അതായത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ കൂടുതൽ നല്ല പാകത്തിന് വെള്ളം ഒഴിച്ചാലും ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് പുറത്തിലേക്ക് ഇങ്ങോട്ട് ചീറ്റി പോരും കേട്ടോ. അപ്പം മസാലകളൊക്കെ പോവും. പിന്നെ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വെന്തിലെങ്കിലോ അടുപ്പത്ത് വെച്ച് വെന്തിലെങ്കിലോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ കുക്കറിൽ അത് വേവിച്ചെടുത്തു, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, മൺചട്ടിയിലേക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ച് മസാലകളൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ അരച്ചു കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു, നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതാ അമ്മ ക്യാബേജ് 2-3 ദിവസമായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ ക്യാബേജായിരുന്നു. അപ്പം അവരെല്ലാവരും ഓണത്തിന് വന്ന സമയത്ത് വലുത് മേടിച്ചതാട്ടോ. പിന്നെ അത് വെച്ചില്ല നമ്മൾ. അപ്പം അങ്ങനെ അവർ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുവന്നും പോവും. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ശരി, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ അധികമാവും ചെയ്യും കേട്ടോ. അപ്പം എന്തായാലും വേണ്ടില്ല, കേടുവന്ന് പോകുന്നതിന് മുന്നേ കുറേശ്ശെ വെച്ചിട്ട് നമുക്ക് കഴിക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്തായാലും മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടി തിരുമ്പിയിട്ട് അങ്ങനെ ക്യാബേജ് തോരനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടോ. കറിവേപ്പിലൊക്കെ കടുകൊക്കെ താളിച്ച് അങ്ങനെ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. അങ്ങനെ ക്യാബേജ് തോരനുള്ളത് അടുപ്പത്ത് കയറി. ചോറൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ ചോറ് വേവാണ്ടൊക്കെ എനിക്ക് വേദന കാരണം പല്ലിൻ്റെ ഏരിയയിൽ തട്ടുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വേദന കേട്ടോ. അതുകൊണ്ട് ഇപ്പം എന്തും നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. ധോനി ബേബി നല്ല ഉറക്കായിനെ, അവൾ കഴിച്ചിട്ട് അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും അവൾ ഉറക്കം പിടിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ക്യാബേജ് തോരൻ അത് അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ വെന്തോ നോക്കിയാൽ കുറച്ച് പ്രാവശ്യം അങ്ങനെ എന്തായാലും ആവിയിൽ നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നാണ്ട് വെന്ത് കിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ തന്നെ ഈ അടുപ്പിൽ നല്ല ചൂടാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, കരിഞ്ഞ് നമ്മൾ പുറ്റാവും കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെക്കുന്ന അതേ രീതി തന്നെയാണ് കേട്ടോ. ചൂട് നല്ല ഉണ്ടാവും. നമ്മളിപ്പോൾ അധികം തീയൊന്നും കത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല ചൂടായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെയാണ് അപ്പോൾ ഈ അടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല ഈ ഒരു സ്റ്റീലിൻ്റെയൊക്കെ ഇങ്ങോട്ട് ചൂടായി വന്നാലേ നല്ല കനലും കാര്യങ്ങളായിരിക്കും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല കമൻസുകളൊക്കെ അയച്ചു. പിന്നെ വളരെ സന്തോഷം കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, എവിടെയോ ഇരിക്കുന്നോ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്തു സ്നേഹത്തോടെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷവും. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ എന്താ നമുക്ക് എപ്പോഴും അയ്യോടുള്ള പിന്നെ നമുക്ക് ഒന്നാമത് ഞാൻ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റും കൂടി ചെയ്തു കേട്ടോ. കാരണം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ചാനൽ നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാതെ എനിക്ക് അങ്ങനെ പറ്റി ഒരു 2-3 മാസം ഗ്യാപ്പ് വന്നുപോയി. 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ പറ്റിപ്പോയിട്ടോ. ഇപ്പോൾ നമ്മുടെ ഏകദേശം 2 വർഷമാവാനായിട്ടോ ചാനൽ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ നല്ല ഗ്രോത്ത് ആയി വന്നിട്ടുണ്ടായിരുന്നു, വ്യൂവേഴ്സൊക്കെ നല്ല ഉണ്ടായിരുന്നു. 2K 3K ഒക്കെ ആയിട്ട് വ്യൂസ് നമുക്ക് ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളത് വീഡിയോ ഇടാതെ ആയപ്പോൾ നമുക്ക് അങ്ങനെ ഡള്ളായി പോയിട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും നമ്മളെ മറന്നു പോയിട്ടാണോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ കിട്ടാണ്ടാണോ എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓളെന്ന ഓപ്ഷനൊക്കെ ഒന്ന് അമർത്തണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് നമ്മൾ അയക്കുന്ന അവിടെ ഹൈപ്പ് എന്ന് കാണും കേട്ടോ. ആ ഹൈപ്പും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക്
ഒരുപാട് ആളുകളിലേക്ക് എത്താനൊക്കെ നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പം ഞാൻ എപ്പോഴും വിട്ടുപോകും ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. കഴിഞ്ഞ 5-6 വീഡിയോയിൽ ഞാൻ പറഞ്ഞേയില്ല നമ്മുടെ ചാനൽ കാണുന്നവരോട്, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പുതിയ ഫ്രണ്ട്സുകൾ ഒരുപാട് വന്ന് കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ. അപ്പം ഞാൻ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതങ്ങനെ വിട്ടുപോകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊക്കെ നമ്മൾ പറയാൻ വിട്ടുപോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചാനൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സുകളൊക്കെ കുറവാണ് കേട്ടോ. അപ്പം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉപ്പേരിയൊക്കെ അടുപ്പത്തായി. അപ്പോൾ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു 5-6 മീൻ എടുത്തിട്ട്, മാന്തള മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ കുക്കറും കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു കേട്ടോ. എല്ലാ പാത്രങ്ങളും കൂടി അടിഞ്ഞുകൂടി കിടക്കുമ്പോഴേ ഒന്നാമത് നമുക്ക് പെരുമാറാനും സ്ഥലമില്ലാതെ ആവും. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ, അപ്പോൾ നമുക്ക് അതന്നെ ഒരു വലിയ ജോലിയായിട്ട് തോന്നും. കാരണം കുറേ നേരം നമ്മൾ അതിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്ത് സാധനങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആവി കയറി അല്ലെങ്കിൽ ഒന്ന് തിളച്ച് വരി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ഇപ്പുറത്തുള്ള ജോലികൾ കുറേശ്ശെ പെട്ടെന്ന് ഇങ്ങനെ തീർത്ത് റെഡിയാക്കി വരും കേട്ടോ. എൻ്റെ എപ്പോഴത്തേയും ശീലം അതാണ്. കാരണം എന്നാലേ നമുക്ക് പണി ഒരുങ്ങി കിട്ടും ചെയ്യുള്ളൂ കേട്ടോ. കുഞ്ഞാറ്റ എണീച്ചിട്ടുണ്ടെങ്കിൽ അവള് വാശി പിടിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ നമുക്കൊന്നിനും പറ്റില്ല. അവള് വന്നാൽ തന്നെ അവള് മാക്സിയിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. നമ്മളങ്ങോട്ട് പിടിച്ച് വലിച്ചും കൊണ്ടേയിരിക്കും. അവളെന്താ ഉദ്ദേശിച്ച് ആ കാര്യം സാധിക്കുന്നത് വരെ പിടിച്ച് വലിച്ച് വാശി പിടിച്ച് കരഞ്ഞോണ്ടേ നിൽക്കൂട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഉപ്പേരിയൊക്കെ വാങ്ങി വെച്ചു. മീൻ വറുക്കായിരുന്നു കേട്ടോ. മീൻ വറുക്കലൊക്കെ കഴിഞ്ഞു. ഇതാ മീൻ പൊരിച്ചത് റെഡിയായി. അങ്ങനെ ക്യാബേജ് തോരനായി. ക്യാബേജ് തോരന് എന്തായാലും തേങ്ങയൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ. എപ്പോഴും ഞാൻ തേങ്ങയൊന്നും അങ്ങനെ ക്യാബേജ് തോരനിൽ ഞങ്ങളിവിടെ വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ, ഇടാറില്ല. ഇന്ന് എന്തായാലും ക്യാബേജ് തോരനിൽ തേങ്ങയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം റെഡിയായി. ചോറും കറികളും ഒക്കെ റെഡിയായി കേട്ടോ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് പോയിട്ട് അലക്കി കുളിച്ച് റെഡി ആയിട്ട് വന്നു. ഞാൻ ചോറൊന്നും ഉണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് പിന്നെ വന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. അപ്പോഴത്തേനും തന്നെ 1:30 മണിയൊക്കെ ആയിരിക്കുന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. അപ്പം അങ്ങനെ ഇതാ ചോറും കറികളൊക്കെ ആക്കി ഞാനിതാ ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. കുറച്ചധികം തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റയുടെയൊക്കെ. ഇപ്പം 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. എന്നാലും കുറേ തുണികളൊക്കെ ഉള്ളതുകൊണ്ട് വിരിപ്പും പുതപ്പും അതേപോലെ കുട്ടിയുടെ തുണികളും എൻ്റെ തുണികളും ഒക്കെ കാരണം ഒരുപാട് അലക്കണ്ടായിരുന്നു. ഒരുപാട് അലക്കിയിട്ടുണ്ടെങ്കിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേശ്ശെ അങ്ങനെ അലക്കിയിടാറാണ് കേട്ടോ പതിവ്. അപ്പം അങ്ങനെ ഇന്നും ഒത്തിരി അധികം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാറ്റ എണീച്ചു. കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. അവിടെ ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് താഴത്തെ മേമ വന്നിട്ട് ഇതാ ഞങ്ങളോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അവളെയും കുറച്ചു നേരം കളിപ്പിച്ച് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് പിന്നെ പോണ വഴിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മേമ പോകുമ്പോൾ 2-3 റോസാപ്പൂവ് പറിച്ചു കൊടുത്തേ. അതങ്ങനെ സിറ്റൗട്ടിൽ വാരി നിറച്ച് വിതറി അങ്ങനെ കാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ അവള് കളിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെപ്പോഴും പിന്നെ എത്ര നമ്മൾ അടിച്ചു വാരിയാലും കോരിയാലൊക്കെ വീണ്ടും ഉണ്ടാവുമല്ലോ. പൊടിയായാലും മണ്ണായാലും കാടായാലും എന്തെങ്കിലും ചപ്പും ചവറ് അവർ പെറുക്കി കൊണ്ടുവന്നിട്ട് ഒക്കെ വൃത്തികേടാക്കുമല്ലോ. അപ്പം അങ്ങനെ അവള് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ മുതിർന്നവരാകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പം അങ്ങനെ റോസാപ്പൂ പിച്ചിയിട്ടും എല്ലാം കൂടി ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൂടലൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, അലക്കിയിട്ട തുണികളൊക്കെ പോയി എടുത്തിട്ട് വന്നു. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ തോരയിട്ടുണ്ടായിരുന്നു. തറവാട്ട് മുറ്റത്തും അതുപോലെ വീടിന്റെ പുറകു വശത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്നിച്ച് ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും മഴ അങ്ങോട്ട് ചാറിയിട്ടുണ്ടെങ്കിലേ എന്നിച്ച് എല്ലായിടത്തേക്കും കൂടി ഓടൽ നടക്കില്ല. അപ്പം അങ്ങനെ ഉണങ്ങിയത് പോയിട്ട് ഇങ്ങനെ എടുത്തും കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് മഴ പെയ്യുമ്പോഴത്തും മൂടലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ചു വാരണം എന്തായാലും. അപ്പോഴത്തേനും അവള് ഞാൻ പറഞ്ഞില്ലേ നിറച്ച് സിറ്റ് ഔട്ട് കടയൊക്കെ റോസാപ്പൂക്കെ വിതറി എല്ലാം പറിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ തുണികളൊക്കെ ഓരോന്നൊക്കെ ആയി കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു വാരട്ടെ കേട്ടോ. നമുക്ക് നമ്മുടെ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് കോൺക്രീറ്റ് ചെയ്ത സമയത്ത് കുറച്ച് സിമെന്റ് കലക്കി ഒഴിച്ചാൽ മതിയായിരുന്നു. ഇന്നങ്ങനെ പൊടി ഇങ്ങനെ വരുമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിനി ആദ്യം ഇതിന് മെനക്കെടണം. അപ്പം അങ്ങനെ ഇനി
അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മഴ മൂടലൊക്കെ. ഇടയ്ക്ക് വെയിൽ ഉദിക്കും, കുറച്ച് കാറ് മാറും, അങ്ങനെ ഇടയ്ക്ക് നല്ല കാറ് വരും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തുണികളൊക്കെ എങ്ങനെയൊക്കെ ഒരുവിധം ഉണക്കി എടുത്ത് വെച്ചു കേട്ടോ. ഇനി കുട്ടീനെ അതാ അവിടെ ഇരുത്തിയിട്ടുണ്ട്, അവള് ഇത് കാണുകയാണ് കേട്ടോ, കാർട്ടൂൺ കാണുകയാണേ. അപ്പം ഇനിയിപ്പോൾ അമ്മ കിടക്കുകയായിരുന്നു. അമ്മ നല്ല ക്ഷീണം കൊണ്ടൊക്കെ രാത്രി ഇവള് വഴുകിയിട്ടാ കിടക്കുക, അതേപോലെ തന്നെ ഞങ്ങളും വഴുകും കിടക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അടിച്ചുവാരലൊക്കെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഇതാ അടിച്ചു വൃത്തിയാക്കി. ഇനിയിപ്പോൾ മുറ്റടിക്കാനുണ്ട് കേട്ടോ. മുറ്റടിക്കാൻ മഴ വരുമ്പോഴത്തേനും മുറ്റടിക്കണം എന്നുണ്ട്, ഇനിയിപ്പോൾ നടക്കുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാനും സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം വൃത്തിയാക്കി ഇങ്ങോട്ട് കയറിയപ്പോഴത്തേന് തന്നെ മഴ പെയ്തു. അങ്ങനെ ഒരുവിധം മഴയൊക്കെ നല്ലൊരു മഴ പെയ്തു കേട്ടോ. ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇതാ എണീച്ച് അമ്മ മുറ്റടിക്കുകയാണ് കേട്ടോ. പൂട്ടത് മാറ്റിയിട്ടില്ല, അത് ഞങ്ങൾ മാറ്റണം എന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴത്തേനാണ് മഴ പെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് കഴിയട്ടെ, മഴ നനഞ്ഞിട്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. നമ്മളെപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചെറിയ വീഡിയോ ഇടില്ല ചേച്ചി, ഒന്ന് ലെങ്ത് കൂട്ട് എന്ന്. അതുകൊണ്ടാട്ടോ. അപ്പം അടുത്ത വീഡിയോ